RR ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ അവാർഡുകളുടെ കാലഘട്ടമാണല്ലോ. പത്മശ്രീ ആകട്ടെ, പത്മഭൂഷൺ ആകട്ടെ, അല്ലെങ്കിൽ ചെറിയ ചെറിയ അവാർഡുകളാകട്ടെ. അതുകൊണ്ട് തന്നെ RR ടോക്സിൻ്റെ ഇന്നത്തെ വീഡിയോ ചില പ്രധാനപ്പെട്ട അവാർഡുകളെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ്. അവാർഡുകളുടെ അല്ലെങ്കിൽ സമ്മാനങ്ങളുടെ ഏറ്റവും ലളിതമായ നിർവചനം അർഹതയ്ക്കുള്ള അംഗീകാരം എന്നാണല്ലോ. അദ്വാനി എന്ന ലാൽകൃഷ്ണ അദ്വാനിക്ക് 96-ാം വയസ്സിൽ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന ലഭിച്ചു എന്നതാണല്ലോ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഭാരതരത്ന പ്രഖ്യാപിച്ചുകൊണ്ട് ശ്രീ നരേന്ദ്രമോദി പറഞ്ഞത് എനിക്കിതൊരു വൈകാരിക നിമിഷം ആണെന്നാണ്. പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള LK അദ്വാനി എന്ന രാഷ്ട്രീയ ഭീഷ്മാചാര്യനെ ഇന്ത്യൻ ജനത ഓർക്കുന്നത് 1990-ലെ രഥയാത്രയോടനുബന്ധിച്ചാണ്. 1990-ൽ അയോധ്യയിലെ പള്ളി പൊളിക്കുന്നതിന് വേണ്ടി അദ്വാനി നടത്തിയ രഥയാത്ര വിജയിച്ചില്ലെങ്കിലും അതിലൂടെയാണ് അദ്ദേഹം ഇന്നും സ്മരിക്കപ്പെടുന്നത്. അയോധ്യയിലെ രാമക്ഷേത്രം യാഥാർത്ഥ്യമാവുകയും വാരണാസിയിലെ ഗ്യാൻവാപി പള്ളിയിൽ ഹിന്ദുക്കൾക്കും ആരാധന നടത്തുവാൻ കോടതി അനുവാദം നൽകുകയും ചെയ്ത ഈ സാഹചര്യത്തിൽ മതേതരത്വ ഇന്ത്യയിലെ ഏറ്റവും അർഹിക്കുന്ന അംഗീകാരമായ ഭാരതരത്ന ശ്രീ അദ്വാനിക്ക് ലഭിച്ചത് ഒരു വലിയ അംഗീകാരമായും ജനാധിപത്യത്തിൻ്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംഭവമായി നമുക്ക് കാണാം. മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായ ഭാരതത്തിലെ ഏറ്റവും പരമോന്നത ബഹുമതിയായ ഭാരതരത്ന ശ്രീ അദ്വാനിക്ക് ലഭിക്കുന്നതിലൂടെ അത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായി തന്നെ കാണാം. ശ്രീ അദ്വാനിക്ക് RR ടോക്സിൻ്റെ അഭിനന്ദനങ്ങൾ. ആരായിരുന്നു LK അദ്വാനി? കറാച്ചിയിൽ ജനിച്ച് ഇന്ത്യ പാക് വിഭജനത്തിന് ശേഷം ഇന്ത്യയിലേക്ക് കുടിയേറി ബോംബെയിൽ സ്ഥിരതാമസമാക്കിയ അദ്വാനി തൻ്റെ 14-ാം വയസ്സിൽ 1941-ൽ RSSൽ ചേർന്നു. 1970 മുതൽ 89 വരെ രാജ്യസഭാംഗമായിരുന്ന അദ്വാനി 1977-ൽ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്ററുമായിട്ടുണ്ട്. BJPയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളായിരുന്ന അദ്വാനി 3 പ്രാവശ്യം പാർട്ടി പ്രസിഡന്റും ആയി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 1989-ലാണ് ആദ്യമായി ലോക്സഭാംഗമാകുന്നത്. അദ്വാനിയുടെ ജീവിതം നിഷ്പക്ഷമായി നോക്കുകയാണെങ്കിൽ അദ്വാനി എന്ന വ്യക്തിയെ ലോകവും രാഷ്ട്രവും ശ്രദ്ധിക്കുന്നത് 1990-ലെ രഥയാത്രയോടുകൂടിയാണ്. അതായിരുന്നു അദ്ദേഹം ഇന്നും അറിയപ്പെട്ടിരുന്ന ഏറ്റവും വലിയ സംഭവം. അവാർഡുകളെന്നും അർഹതയ്ക്കുള്ള അംഗീകാരമാണെന്ന വിശ്വാസത്തോടുകൂടി കേരളത്തിൽ ഈ അടുത്തിടയ്ക്ക് ലഭിച്ച 2 അവാർഡുകൾ കൂടി ഒന്ന് പറഞ്ഞുകൊണ്ട് RR ടോക്സ് ഈ വീഡിയോ നിർത്താം. അടുത്തിടയ്ക്ക് മികച്ച നിയമസഭാ സാമാജികനുള്ള ഡോക്ടർ APJ അബ്ദുൽ കലാം ജനമിത്ര പുരസ്കാരം ശ്രീ PV അൻവർ MLAക്ക് ലഭിക്കുകയുണ്ടായി. ഓർക്കണം, ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ പേരിലുള്ള ജനമിത്ര പുരസ്കാരമാണ് ഏറ്റവും മികച്ച നിയമസഭാ സാമാജികനായ ശ്രീ PV അൻവർ MLAക്ക് ലഭിച്ചത്. ശ്രീ PV അൻവർ MLAക്ക് RR ടോക്സിൻ്റെ അഭിനന്ദനങ്ങൾ. RR ടോക്സിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച മറ്റൊരു അവാർഡ് ചിന്മയ മിഷൻ നൽകിയ ദ ബെസ്റ്റ് മീഡിയ പേഴ്സണാലിറ്റി അവാർഡ് മറുനാടൻ മലയാളി ഷാജൻ സ്കറിയയ്ക്ക് ലഭിച്ചതാണ്. സത്യസന്ധമായ മാധ്യമപ്രവർത്തനത്തിന് ഈ അവാർഡ് ലഭിച്ച ഷാജൻ സ്കറിയയും RR ടോക്സ് അഭിനന്ദിക്കുന്നു. അവാർഡുകളെന്നും അർഹതയ്ക്കുള്ള അംഗീകാരങ്ങളാണ് എന്ന് സ്വയം വിശ്വസിക്കാൻ ശ്രമിച്ചുകൊണ്ട് അല്ലെങ്കിൽ സ്വയം വിശ്വസിപ്പിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം.